अर्जुन तथा हनुमान वो सेतु के नीचे वो ब्राह्मण ऐसा ही वो सेतु रक्षा कर रहे हैं. അപ്പോൾ ഇവർ രണ്ടുപേർക്കും കാണാൻ പറ്റി, അർജുനനും ഹനുമാനും കാണാൻ പറ്റി ഈ പാലത്തിന്റെ താഴെ ഈ ബ്രാഹ്മണൻ അതിനെ താങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട്. तो हनुमान जी ने देख रहा है वो ब्राह्मण कोई सामान्य ब्राह्मण नहीं है, वो साक्षात उनकी इष्ट देव वो श्री रामचंद्र है. അപ്പോൾ ഹനുമാനെ കാണുന്നത് എന്താണ്? അവിടെ ആ ബ്രാഹ്മണൻ വേറെ ആരുമല്ല, തന്റെ ഇഷ്ടദേവതനായ ശ്രീ രാമചന്ദ്രനാണ്. अर्जुन ने देखा वो ब्राह्मण कोई साधारण ब्राह्मण नहीं है, वो साक्षात भगवान कृष्ण है. അതേ സമയത്ത് അർജുനൻ നോക്കുമ്പോൾ ആരെയാണ് കാണുന്നത്? അവിടെ അദ്ദേഹം ആ ബ്രാഹ്മണനെ ആയിട്ട് കാണുന്നത് തന്റെ ഇഷ്ട ഭഗവാനായ ശ്രീ കൃഷ്ണനായിരുന്നു. तो अर्जुन का मन में जो अहंकार था, गर्व था, वो चूर चूर हो गया. അപ്പോൾ അർജുനനെ ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ അകത്ത് അദ്ദേഹത്തിന് അഹങ്കാരം കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു. ऐसा ही भगवान अपने भक्तों के मन में जब कोई गर्व आ जाएगा, अहंकार आ जाएगा, तो ऐसा ही संशोधित करके उन्हीं भक्त के रूप में ग्रहण करते हैं. ഇതുപോലെ തന്നെയാണ് ഭഗവാൻ എപ്പോഴും തന്റെ ഭക്തന്മാരുടെ ഹൃദയത്തിന്റെ അകത്ത് എന്തെങ്കിലും ഒരു അഹങ്കാരം കണ്ടിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ഉടനെ അതിനെ നശിപ്പിച്ച് കളയും. अच्छा, वो जगन्नाथ जी के 3 प्रकार के लीला के बारे में बोल रहा था. पहले गर्भगंज, दूसरे भक्त वत्सल, और तीसरे क्या बोला था? बोला नहीं, भूल गए. नहीं, भक्त वत्सल है और गर्भगंजन है, और एक है वो क्या, फिर जो गर्भगंजन है, भक्त वत्सल के बारे अभी बोल रहा हूँ. एक और बोले तो भक्त वत्सल के बारे मैं अभी चर्चा करूंगा. तो वो भगवान भक्तों के प्रति इतना ही प्रेम भाव, जैसे भक्त कुछ अर्पण करते हैं भगवान को, वो प्रेम भाव से ग्रहण करते हैं. तो एक बार क्या हुआ, അങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഒന്ന് ഗർഭത്തിനെ കുറിച്ചും രണ്ടാമത്തെ ഭക്തവത്സലമായിട്ട്. അപ്പോൾ ഇവിടെ ഭഗവാന് തന്റെ ഭക്തന്മാരോടുള്ള ആ വാത്സല്യത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിന് ആരെങ്കിലും പ്രേമമായിട്ട് എന്തെങ്കിലും ഒന്ന് അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അത് എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. वो जो अभी रथ यात्रा चल रहा है, इसके पहले स्नान यात्रा हुआ था. ഈ രഥയാത്രയ്ക്ക് മുമ്പില് സ്നാനയാത്ര നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. पंडालो हर साल जगन्नाथ की सेवा करता है. जगन्नाथ पंडा എല്ലാ വർഷവും ഈ പാണ്ഡാസ് എന്ന് പറയുന്ന അവരാണ് ഈ സ്നാനയാത്ര നടത്തുന്നത് ഭഗവാന്. लेकिन स्नान यात्रा से शुरू करके वो रथ यात्रा लास्ट तक, फिर भी जब जगन्नाथ वापस मंदिर में आ जाएंगे तब तक वो दैतापतियों ने सेवा करते. അപ്പോൾ അവിടെ നിന്ന് സ്നാനയാത്ര കഴിഞ്ഞ് പുറപ്പെട്ട ശേഷം അവിടെ ദൈത്യാർത്ഥി പറയുന്ന അവരാണ് ഭഗവാനെ നോക്കുന്നത്. सब जाति जो है वो द्वैतापति है. ആ ജാതിയുടെ ദ്വൈതാപതി എന്നാണ് അവർ അറിയപ്പെടുന്നത്. जैसा वो महाराज इंद्रद्युम्न जो ब्राह्मण सेवक थे, उनका भाई का नाम था विद्यापति. ഇന്ദ്രദ്യുമ്ന മഹാരാജാവിന്റെ അനുജന്റെ പേരാണ് വിദ്യാപതി എന്ന് പറഞ്ഞിട്ട്. उनके 2 पत्नी थे. അദ്ദേഹത്തിന് 2 ഭാര്യ ഉണ്ടായിരുന്നു. एक ब्राह्मण, दूसरे शव, विश्वावसु की पुत्री ललिता. ഒന്ന് ബ്രാഹ്മണനും ഇന്നൊന്ന് വൈശ്യനും. शबर. तो ब्राह्मण पत्नी की घर से जितने सारे संतान आए हैं वो सब पंडा
के रूप में जगन्नाथ जी के श्रीमंदिर में सेवा करते हैं। सेवा का അപ്പൊ ഈ ബ്രാഹ്മണ പത്നിയിൽ നിന്ന് ഉണ്ടായ എല്ലാ മക്കളാണ് ഈ പാണ്ഡ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നവര്. और वो विशावसु की पुत्री जो ललिता, उनके गर्भ से जितने सारे संतान आए थे वो सभी दैतापति के रूप में इसी अवसर 1 महीना सेवा करते हैं। ഈ രണ്ടാമത്തെ ഭാര്യയായ അവരിൽ നിന്നുണ്ടാകുന്ന മക്കളാണ് ഈ ദൈതാപതി എന്ന് അറിയപ്പെടുന്നത്. അവര് ഈ ഒരു മാസം ഭഗവാനെ അല്ലെങ്കിൽ ഈ ഒരു സേവയിൽ നോക്കുന്നത് അവരാണ് ഭഗവാനെ സേവിക്കുന്നത്. स्नान यात्रा से शुरू करके रथ यात्रा लास्ट तक वापस आने तक അപ്പൊ സ്നാനയാത്ര തൊട്ട് രഥയാത്ര പോയി തിരിച്ചു വരുന്നവരെ ഭഗവാന്റെ എല്ലാ സേവനം ചെയ്യുന്നത് ഇവരാണ്. इस स्नान यात्रा के बाद वो पंडालों 1 महीना अवसर मिलता है। ഈ സ്നാനയാത്രയ്ക്ക് ശേഷം ആ ഒരു മാസം ആ പണ്ടാൽ अवसर मिलता है अवसर अवसर उन सेवा से 1 महीना Rest, छुट्टी rest. मिलता है। free full rest ഓക്കെ. അവിടെ ആ ഒരു മാസം ഈ പാണ്ഡവന്മാർക്ക് അവർക്ക് റെസ്റ്റ് ആണ്. അവർക്ക് ഈ ഒരു മാസം ഇവർ നോക്കുന്നതുകൊണ്ടാണ് ഭഗവാനെ സേവിക്കുന്ന കാരണം. तो स्नान यात्रा से लेकर कब तक, आज दिन जो ये उल्टा रथ है, आज दिन तक पंडा लोग जो है वो क्या करते थे, अच्छा अच्छा प्रसाद लेकर के बाहर निकल जाते थे। അപ്പൊ ഈ ഒരു മാസം അതായത് സ്നാനയാത്ര തൊട്ടിട്ട് ഉൾട്ടാരഥ വരുന്നവരേക്കും ഇവര് ഈ പാണ്ഡവന്മാര് നല്ല കുറെ പ്രസാദം ഉണ്ടാക്കിയിട്ട് അവര് പുറത്തോട്ട് ഇറങ്ങും. बड़े बड़े आदमी को, सेठ जी को ऐसा ही वो सब की प्रसाद दे करके बहुत सारे पैसा कमा करते थे। हाँ देख करके पैसा लेते थे. അപ്പൊ ഈ പാണ്ഡവന്മാർ ഈ ഒരു മാസം ഈ വലിയ വലിയ പണക്കാരന്മാരുള്ളവരെല്ലാം കൊണ്ടുപോയിട്ട് ഇത് വിതരണം ചെയ്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുകയായിരുന്നു. ये कहा जाता है जाति व्यापार, ജാതി വ്യാപാര എന്നാണ് ഇതിന്റെ പേര്. बिजनेस। ഈ ബിസിനസിന്റെ പേര്. तो 1 महीना जो कमाई करते थे, पैसा कमाई करते थे, और साल में आसानी से ऐसा ही खा पीते थे. അപ്പൊ ഈ ഒരു മാസമാണ് അവർക്ക് ഈ കിട്ടുന്ന ഈ ഒരു മാസം കിട്ടുന്ന പൈസ വെച്ചിട്ടാണ് ഒരു ഫുൾ വർഷം അവര് കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ നോക്കി നടത്തുന്നത്. तो स्नान यात्रा के बाद वो बंधु महापात्र एक पंडा बहुत अच्छा प्रसाद लेकर के निकल गए। അവിടെ ബന്ധു മഹാപാത്ര എന്ന് പറയുന്ന ഒരു പാണ്ഡ ഈ ഒരു മാസം ഈ ഒരു വേളയിൽ അദ്ദേഹം കുറെ ഇതുപോലെ പ്രസാദം ഉണ്ടാക്കിയിട്ട് പുറത്തോട്ട് ഇറങ്ങി. तो जयपुर वहाँ पे वो चला गया। राजस्थान. അപ്പൊ ഒരിക്കൽ അദ്ദേഹം ജയ്പൂർ വരേക്കും പോയി. तो जयपुर के जो राजा थे उसी समय वो जय सिंह, जय सिंह. അവിടുത്തെ അപ്പോഴത്തെ രാജാവിന്റെ പേര് ജയശ്രീ ആയിരുന്നു. ജയ്പൂരത്തെ രാജാവിന്റെ പേര്. महान भक्त थे। അദ്ദേഹം ഒരു വലിയ ഭക്തനായിരുന്നു. उनकी जो पत्नी थी वो चंद्रावती, वो भी ऐसा ही स्वामी की भक्ति महान भक्त थी। അദ്ദേഹത്തിന്റെ ഭാര്യയായ ചന്ദ്രാവതി അദ്ദേഹം ആ മാതാജിയും ഒരു വലിയൊരു ഭക്തിയായിരുന്നു. तो राजा तथा रानी दोनों ही जगन्नाथ जी से प्रार्थना करने से ऐसा ही एक अच्छी पुत्री प्राप्त हुई। അവരുടെ പ്രാർത്ഥന കൊണ്ട് അവർ രണ്ടുപേരും ഭഗവാനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഭഗവാൻ ജഗന്നാഥനോട് അവർക്ക് ആ പ്രാർത്ഥനയുടെ അനുഗ്രഹമായിട്ട് അവർക്ക് ഒരു മകളുണ്ടായി. जगन्नाथ जी की कृपा से ऐसा ही कन्वर्ट कर रहे हैं. एक भक्त पुत्री मिलने के कारण उनकी नाम रखा था क्या, विष्णु प्रिया। അപ്പൊ അദ്ദേഹം ഇവര് ഭഗവാൻ ജഗന്നാഥിനെ പ്രാർത്ഥിച്ച് കിട്ടിയ ആ മോള് അവർ അതുകൊണ്ട് കാരണം പേര് വെച്ചു വിഷ്ണുപ്രിയ എന്നാണ് ആ മോൾക്ക് പേര് വെച്ചത്. तो विष्णु प्रिया बचपन से ही ऐसे ही भक्तिमत थे। वो किसी स्थान से, कोई तीर्थ से कोई भक्त लोग आते थे, उनके मुख से वो तीर्थ का महिमा श्रवण करते थे।
അപ്പൊ ഈ മോള് ഇത്രയും ഭക്തിയായിരുന്നു ആ കുട്ടിക്ക്. ആരെങ്കിലൊക്കെ ഈ യാത്ര വരുന്ന സന്യാസിമാരോ ആരെങ്കിലും ആ വഴിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവര് എവിടുന്ന് വന്നോ അവിടുത്തെ കഥകൾ ചോദിക്കുകയായിരുന്നു. അത് ആ കഥകളെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു ഈ വിഷ്ണുപ്രിയ എന്ന് പറയുന്ന മോള്. तीर्थों की बारे भगवान की महिमा जब श्रवण करते तो आनंद सागर में डूब जाते। ആ കുട്ടി ഇത്രയും ഇതായിട്ട് കേൾക്കും. ആ കഥകളെല്ലാം കേട്ട് ആ കുട്ടിയുടെ കണ്ണിന്ന് കണ്ണീര് വരികയായിരുന്നു. तो जब ये बंधु महापात्र इन्होंने गए थे जयपुर में, उन्होंने सुना ये राजा की जो पुत्री है वो बहुत भक्तिमती है, तो ये लेटर लिख करके उनके पास भेज दिया। അപ്പോൾ ഈ ബന്ധു മഹാപത്രം പറയുന്ന ഈ പാണ്ഡ ജയ്പൂരിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് അറിഞ്ഞതുപോലെ ഒരു ഈ രാജാവിന്റെ മോള് ഒരു വലിയൊരു ഭക്തിയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോ ആ കുട്ടിക്ക് ഇദ്ദേഹം ഒരു കത്ത് എഴുതി. तो उसने लिखा था, हे राजकन्या मैं पूरी धाम से आया हूँ। അപ്പൊ അദ്ദേഹം ആ കത്തിൽ എഴുതി ആ കുട്ടിയോട്, ഞാൻ പൂരിധാമത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. आप यदि कुछ गिफ्ट जगन्नाथ जी को देना चाहते हो तो मेरे हाथ से दे सकता है, मैं वहाँ पे जाके जगन्नाथ के चरण में अर्पण करूँगा। അപ്പോൾ ആ കത്തിൽ എഴുതിയിരുന്നു, നിങ്ങൾക്ക് ഭഗവാൻ ജഗന്നാഥന് എന്തെങ്കിലും സമ്മാനം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ കയ്യിൽ തന്നാ മതി, ഞാൻ അത് കൊണ്ടുപോയി ഭഗവാനെ സമർപ്പിക്കാം. और पत्री के साथ वो जगन्नाथ जी का प्रसाद भेजा था। ആ എഴുത്തിനൊപ്പം തന്നെ ഭഗവാന്റെ പ്രസാദവും കൊടുത്തിരുന്നു. बहुत खुश हो गए। ആ കുട്ടി ഭയങ്കര സന്തോഷമായി അത് കിട്ടിയപ്പോൾ. वो जब लेटर जब देखा, इसमें लिखा है जगन्नाथ पुरी से एक पंडा आए हैं इधर और मुझे ये बोल रहा है जगन्नाथ जी के कुछ देंगे तो मैं लेकर के वो जगन्नाथ के चरण में अर्पण करूँगा। അപ്പൊ ആ കുട്ടി ഭയങ്കര സന്തോഷമായി. അതായത് ഈ എഴുത്തിൽ എഴുതിയിരിക്കുന്നു, ഈ പാണ്ഡ പൂരി എന്നാണ് വന്നിരിക്കുന്നതും അദ്ദേഹം എന്റെ കയ്യിൽ നിന്ന് എന്ത് സമ്മാനം തന്നാലും ഞാൻ നേരെ കൊണ്ടുപോയി ഭഗവാന്റെ കാലുകളിൽ ഞാൻ അത് സമർപ്പിക്കും. ഇങ്ങനെയൊക്കെ വായിച്ചപ്പോൾ ആ കുട്ടി വളരെയധികം സന്തോഷിച്ചു. तो राजकन्या मन में सोचते थे, मैं जगन्नाथ को कौन चीज दे सकता हूँ, जिनकी पत्नी साक्षात लक्ष्मी देवी किसी ऐश्वर्य से वंचित नहीं है जगन्नाथ। അപ്പൊ കുട്ടി വിചാരിക്കുകയായിരുന്നു, ഞാൻ ഭഗവാന് എന്താണ് സമ്മാനമായിട്ട് കൊടുക്കാൻ പറ്റുക, അദ്ദേഹത്തിന്റെ പത്നി എന്ന് പറയുന്നത് സാക്ഷാൽ ലക്ഷ്മിയാണ്. അപ്പോ ഞാൻ എന്ത് കൊടുക്കാൻ പറ്റും ആ ഭഗവാന്? जगन्नाथ साक्षात से प्रकार के ऐश्वर्य से परिपूर्ण है। ഭഗവാൻ ജഗന്നാഥനാണെങ്കിൽ ആറ് ഐശ്വര്യത്തിലും പരിപൂർണനാണ്. जैसा हम सब जानते हैं भगवान कौन है, जिनके पास ये 6 प्रकार के ऐश्वर्य पूर्ण तरह है, वही भगवान है। അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ആറ് ഐശ്വര്യങ്ങളും പരിപൂർണമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഭഗവാൻ എന്ന് പറയുന്നത് തന്നെ. क्या क्या है? पूर्ण ऐश्वर्य, पूर्ण वीर्य, पूर्ण जश, पूर्ण ज्ञान, पूर्ण वैराग्य, ऐसे 6 प्रकार के ऐश्वर्य जिनके पास पूर्ण तरह है, वही भगवान है। അപ്പോൾ എന്തൊക്കെയാണ് ഈ ആറ് ഐശ്വര്യങ്ങൾ എന്ന് പറയുന്നത്? ऐश्वर्य, ऐश्वर्य, वीर्य, വീര്യം, യശസ്. ऐश्वर्य। सुनिए, ये श्लोक है वैदेव जी की पिता पराशर मुनि ने देखा कि लेकिन ऐश्वर्य जस्य समग्रस्य वीर्यस्य जशस्य श्री ज्ञान वैराग्य इति षड, ये 6 प्रकार के ऐश्वर्य जिनके पास है वही भगवान है। ऐश्वर्य, वीर्य, जश, श्री, ज्ञान तथा वैराग्य, 6 प्रकार के ऐश्वर्य जिनके पास पूर्ण तरह है वही भगवान है। तो साक्षात जगन्नाथ है, स्वयं भगवान है, उनके पास किसी ऐश्वर्य काम नहीं है, कमी नहीं। उनके पास किसी
की कमी नहीं है। അപ്പോൾ ഈ ഇത് ഭഗവാന് പരിപൂർണമായ കൊണ്ട് കാരണം ഈ ആറ് ഇതും പരിപൂർണമുള്ള കൊണ്ട് കാരണം അദ്ദേഹത്തിന് ഒന്നും തന്നെ കുറവില്ല ഭഗവാനിൽ. तो भगवान को खुश करने के लिए ऐसा चीज देना चाहिए जो चीज भगवान के पास नहीं है। ഭഗവാനെ സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് ഇല്ലാത്തതൊന്നും നമ്മള് ഭഗവാനെ സമർപ്പിക്കാൻ നോക്കണം. तो ऐसा ही सोचती थी। അപ്പൊ ആ കുട്ടി അങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എന്തായിരിക്കും അങ്ങനെ ഭഗവാന്റെ അടുത്ത് ഇല്ലാത്തത്. उन्होंने सोचते थे और प्रकार के ऐश्वर्य भगवान के पास है, केवल एक चीज उनके पास नहीं है। അപ്പൊ ആ കുട്ടിക്ക് മനസ്സിലായി ഭഗവാന്റെ അടുത്ത് എല്ലാം ഉണ്ട്, പക്ഷെ ഒരേ ഒരു കാര്യം മാത്രം ഭഗവാന്റെ അടുത്ത് ഇല്ല എന്ന് ആ കുട്ടിക്ക് മനസ്സിലായി. आप सभी में कोई बोल सकता है कौन सा चीज भगवान के पास नहीं है? നിങ്ങൾക്ക് ആരെങ്കിലും പറയാൻ പറ്റുമോ ഭഗവാന്റെ അടുത്ത് എന്താണ് ഇല്ലാത്തത് എന്ന് പറഞ്ഞിട്ട്? हे प्रभु जी, भक्ति। भगवान के पास हमारे मोह नहीं है। मोह मन नहीं। ये चीज भगवान के पास नहीं है। हम सब अपना इंद्रिय तृप्ति में फंसे हुए हैं, लेकिन हमारे मन तो भगवान के चरण में नहीं है। അപ്പൊ ആ കുട്ടിക്ക് മനസ്സിലായി, അതായത് ഭഗവാന്റെ അടുത്ത് ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഭഗവാന്റെ അടുത്ത് ഇല്ല. ഈ മനസ്സ് എന്ന് പറയുന്നത് പല ഇന്ദ്രിയ പ്രീതിക്ക് വേണ്ടിയിട്ട് അതിന്റെ പുറകെ ഓടുന്ന മനസ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ മനസ്സ് ഭഗവാന്റെ അടുത്ത് ഇല്ല. ये मौन रूपी चीज जब भगवान के चरण में अर्पण करूंगी तब भगवान खुश हो जाएंगे। खुश हो जाएंगे। അപ്പൊ ആ കുട്ടിക്ക് മനസ്സിലായി ഈ ഒരു കാര്യമാണ് ഭഗവാന്റെ അടുത്തില്ല. അപ്പൊ നമ്മുടെ മനസ്സ് എപ്പോഴാണോ നമ്മൾ ഭഗവാനിലോട്ട് അർപ്പിക്കുന്നത് അപ്പൊ ഭഗവാൻ സന്തോഷമാകും. उन्होंने क्या किया, ये लेटर लिख दिया, पत्र में लिख दिया, मुझे हे प्रभु आपके पास और प्रकार की ऐश्वर्य है, साक्षात लक्ष्मी जी आपकी पत्नी है। അപ്പൊ ഈ കുട്ടി തിരിച്ച് മറുപടി എഴുതി. ആ കുട്ടി എഴുതി, ഭഗവാന് എല്ലാം പരിപൂർണമായിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളുടെ ഭാര്യ എന്ന് പറയുന്നത് തന്നെ ലക്ഷ്മി ദേവിയാണ്. അപ്പോ എല്ലാം തന്നെ താങ്കളുടെ അടുത്ത് ഉണ്ട്. केवल एक लक्ष्मी नहीं, शत सहस्र। അപ്പൊ ഈ ഒരു കാര്യം ഒരേ ഒരു സാധനം മാത്രം ഭഗവാന്റെ അടുത്ത് ഇല്ല. जैसे कि ब्रह्मा जी ब्रह्म संहिता में बताते हैं, तो ये क्या बताता है, लक्ष्मी सहस्र शत संभ्रम शिव मानो गोविंदम आदि पुरुषम तमहं भजामि। അപ്പൊ ബ്രഹ്മാജിയും പറയുന്നുണ്ട് ലക്ഷ്മിയുടെ എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാന്റെ അടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. जिनकी ये छाती पर कौस्तुभ मुनि है, അദ്ദേഹത്തിന്റെ ഹൃദയത്തില് കൗസ്തുഭ മുനി ഉണ്ട്. जिनके गले में ये पारिजात पुष्प की माला है, അദ്ദേഹത്തിന്റെ കഴുത്തില് പാരിജാത പുഷ്പത്തിന്റെ മാലയുണ്ട്. तो कुछ भी कोई ऐश्वर्य से कमी नहीं है, ഒരു ഐശ്വര്യത്തിനും കുറവില്ല ഭഗവാന്. लेकिन उनके पास मेरी मौन नहीं है। പക്ഷേ ഭഗവാന്റെ അടുത്ത് ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഈ മനസ്സ്. जब मेरी मौन की चरण में अर्पित करूंगी तो जगन्नाथ खुश हो जाएंगे। അപ്പൊ ഞാൻ എന്റെ ഈ മനസ്സ് ഭഗവാനെ അർപ്പിക്കുമ്പോഴാണ് ഭഗവാൻ സന്തുഷ്ടമാകുക എന്ന് ആ കുട്ടി മനസ്സിലാക്കി. तो पत्र में लिखा, हे प्रभु आपके पास हर प्रकार की ऐश्वर्य है, लेकिन जो वस्तु आपके पास नहीं है वो मेरी मौन है, मैं वो मौन आपके चरण में समर्पित कर रहा हूँ। അപ്പൊ ആ കുട്ടി തിരിച്ചെഴുതി, ഭഗവാനെ നിങ്ങളുടെ അടുത്ത് എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഉണ്ട്, നിങ്ങളുടെ അടുത്ത് ഇല്ലാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഈ മനസ്സാണ് നിങ്ങളുടെ അടുത്ത് ഇല്ലാത്തത്. അപ്പൊ ഞാൻ ആ മനസ്സിനെ अर्पिക്കുന്നു എന്ന് പറഞ്ഞ് ആ കുട്ടി തിരിച്ച് കത്തെഴുതി. तो लिख करके एक छोटा सा बॉक्स में भर दिया, ആ കത്ത് എഴുതിയിട്ട് ഒരു ചെറിയൊരു ബോക്സിനകത്ത് വെച്ചു കൊടുത്തു. और सील कर दिया, അതിനെ പരിപൂർണമായിട്ട് അതിന് സീൽ ചെയ്തു. അതിന്റെ और 10 स्वर्ण मुद्रा, उसी समय सोने का सिक्का, स्वर्ण मुद्रा, അതിന്റെ മുകളിൽ സീൽ അടിച്ചു
സ്വർണം കൊണ്ടുള്ള ഒരു സീലും അതിനെ ചെയ്തു. और अंदर में केवल वो पत्री है और उनकी जो दासी है, सखी है, उनके हाथ में 10 स्वर्ण मुद्रा वो दे दिए. അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ കൂടെ ഇരിക്കുന്ന ആ ദാസിയുടെ ഈ പറയുന്ന സമ്മാനം കൊടുത്തയച്ചു. और दासी को बोले ये लेकर के पंडा के हाथ में दे दो. ആ കുട്ടിയെ ദാസിയോട് പറഞ്ഞു ഈ പറയുന്ന സമ്മാനം ആ പാണ്ഡ്യയുടെ അടുത്ത് ഏൽപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട്. ये जो छोटा सा बक्स है ये जगन्नाथ जी के चरण में अर्पण करना है. और ये जो 10 स्वर्ण मुद्रा है वो पंडा के लिए. അപ്പോൾ ഈ പറഞ്ഞ ഈ ചെറിയൊരു ബോക്സില് അത് ഭഗവാന്റെ പാദങ്ങളിലോട്ട് അർപ്പിക്കുകയും അതിന് മുകളിൽ വെച്ചിരിക്കുന്ന ആ സ്വർണം കൊണ്ടുള്ള ഒരു ആ മുദ്ര അത് ആ പാണ്ഡ്യക്ക് കൊടുക്കാൻ പറഞ്ഞു. तो 10 स्वर्ण मुद्रा मिल गया पंडा जी को. हाँ, उन्होंने सोचा इतना बड़ा उपहार मिल गया, आज क्या करना चाहिए, यहाँ से निकल करके मैं वापस चला जाऊंगा. അപ്പൊ അദ്ദേഹം വിചാരിച്ചു ഇനി എന്ത് വേണം, എനിക്ക് സ്വർണ്ണമുദ്ര കിട്ടി, അത് എടുത്തോണ്ട് എനിക്ക് പോവാം. वो वापस लौटते थे पंडा जी, उनका नाम बंधु महापात्र. ആ പാണ്ഡ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ആ പാണ്ഡ ബന്ധു മഹാപാത്ര എന്ന് പറയുന്ന പാണ്ഡ तो मन ही मन सोचा राजकन्या ऐसा ही एक छोटा सा बॉक्स जगन्नाथ जी को अर्पण करने के लिए मुझे 10 स्वर्ण मुद्रा दिया है. അപ്പോൾ ഈ ഒരു ചെറിയൊരു ബോക്സ് ഭഗവാനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ സ്വർണ്ണ മുദ്രകളാണ് ആ കുട്ടി എനിക്ക് സമ്മാനമായിട്ട് തന്നത് എന്ന് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. तो जो जगन्नाथ जी को अर्पण करने के लिए दिया है तो उसमें कितना बहुमूल्य इससे भी अच्छा चीज होगा. रत्न है. അപ്പോ ആ പാണ്ഡ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയായിരുന്നു, ഇത് കൊണ്ടുപോയി അർപ്പിക്കാൻ എനിക്ക് ഇത്രയും സമ്മാനം തന്നിരിക്കുന്നു, അപ്പോ അതിൻ്റെ അകത്ത് എത്ര വിലയുള്ള വൈരമായിരിക്കും അതിൻ്റെ അകത്ത് എന്ന് ആ പാണ്ഡ ചിന്തിക്കുകയായിരുന്നു. तो लोभ आ गया मन में. അദ്ദേഹത്തിന്റെ അകത്ത് അങ്ങനത്തെ മോഹം വന്നു അദ്ദേഹത്തിന്റെ അകത്ത്. तो उन्होंने सोचा मेरे लिए 10 स्वर्ण मुद्रा दिया है, जगन्नाथ जी के लिए इससे बढ़ के कितना मूल्यवान वस्तु है. तो खुल करके जब देखा उसको अंदर में कुछ भी नहीं है, ये पेपर है. അപ്പൊ ആ പാണ്ഡ ഇങ്ങനെ ചിന്തിച്ചിട്ട് ആ ബോക്സിനെ തുറന്നു നോക്കി. എനിക്ക് 10 സ്വർണ്ണ നാണയങ്ങൾ തന്നിട്ടുണ്ടല്ലോ, അപ്പൊ ഇതിന്റെ അകത്ത് എന്തായിരിക്കും എന്ന് പറഞ്ഞുള്ളത് ആ മോഹത്തോടു കൂടി അദ്ദേഹം തുറന്നു നോക്കിയപ്പോ ഒന്നുമില്ല, വെറും ഒരു എഴുത്ത് മാത്രമേ ആ ബോക്സിന്റെ അകത്ത് ഉണ്ടായിരുന്നുള്ളൂ. ये कितना धोखा है ना, ये पेपर भगवान को अर्पण करने के लिए मेरे हाथ से दिया है. അപ്പൊ ഇദ്ദേഹം വിചാരിക്കുകയായിരുന്നു, ഈ കുട്ടി എന്താണ് ഇങ്ങനെ എന്റെ കയ്യിൽ വെറും ഒരു എഴുത്താണോ ഭഗവാനെ അർപ്പിക്കാൻ വേണ്ടി തന്നത് എന്ന് ചിന്തിക്കുകയായിരുന്നു. वो छोटा सा जो लेटर का पत्र था तो फेंक दिया. അപ്പൊ അദ്ദേഹം തുറന്നു നോക്കിയിട്ട് ഇതെന്താ, അത് വെറും ഒരു പേപ്പറോ അല്ലെങ്കിൽ എന്താണ് ഒരു എഴുത്തോ, ഈ എഴുത്തിനാണോ കൊണ്ടുപോയി കൊടുക്കേണ്ടത് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അത് അപ്പൊ തന്നെ അവിടെ കളഞ്ഞു. वो पंडा जी रात के समय वो वापस लौट आए अपने घर पर. രാത്രി ആ പാണ്ഡ തിരിച്ച് തന്റെ വീട്ടിലെത്തി, सो गया. അവിടെ കിടന്ന് ഉറങ്ങി അദ്ദേഹം. उसी अवसर में जगन्नाथ जी स्वप्न में आकर बोले, हे पंडा, राजकुमार तुम्हारे लिए 10 स्वर्ण मुद्रा दिया है, मेरे लिए जो वस्तु दिया वो तुम फेंक दिया. रास्ते में फेंक दी. അപ്പോ അദ്ദേഹം ഉറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ജഗന്നാഥ് പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ആ പാണ്ഡയോട് പറഞ്ഞു, എനിക്ക് 10 സ്വർണ്ണ നാണയങ്ങൾ തന്നു, നീ അത് സ്വീകരിച്ചു, എനിക്ക് ആ കുട്ടി തന്നത് ഒരു എഴുത്താണ്, അതിന് നീ എന്ത് ചെയ്തു, അതിന് നീ കളഞ്ഞു എന്ന് പറഞ്ഞു. ये अमूल्य वस्तु है, मैं वहाँ पे जाके उठा करके मैं गले में ये डाल डाल दिया, दिया. रख लिया. അപ്പോ ആ ജഗന്നാഥൻ പറഞ്ഞു, ഈ പറഞ്ഞ എഴുത്ത് അത് എനിക്ക് വളരെ അമൂല്യമാണ്, അത് നീ കളഞ്ഞല്ലോ, എന്നാലും ഞാൻ അതിനെ എടുത്തിട്ട് ഞാൻ എന്റെ കഴുത്തിൽ അതിനെ മാലയായിട്ട് ഇട്ടിട്ടുണ്ട് എന്ന് ആ പാണ്ഡയോട് പറഞ്ഞു. तुम अपना को अच्छा चाहते हो तो क्या करना चाहिए ना, वो ये लेकर के ये सोना से बने हुए एक लॉकेट में रख दो, लेकर सोना चेन से
मुझे गले में डाल दो, तब तुम सुखी हो। അപ്പൊ നിനക്ക് തിരിച്ച് ഇതിൽ നിന്ന് നല്ല പാട്ട് ആവണമെന്നുണ്ടെങ്കിൽ ആ എഴുത്തിനെ ഈ ഒരു സ്വർണം ലോക്കറ്റിനകത്ത് അതിനെ വെച്ച് മൂടി എനിക്ക് മാലയായിട്ട് ഇട്ടു തരണം എന്നാൽ മാത്രമേ നിന്റെ ഈ പാവത്തിന് പരിഹാരമാവുള്ളൂ എന്ന് പറഞ്ഞു. ये मेरी आदेश है, तुम ये जब पालन नहीं करोगे तो तुम्हारे वंश नाश हो जाएगा. ഇത് എന്റെ നിർദ്ദേശമാണ്. അഥവാ നീ ഇത് അനുസരിച്ചില്ലെങ്കിൽ നിന്റെ സകല വംശവും നശിച്ചു പോകും എന്ന് ഭഗവാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. ऐसा ही स्वप्न में आकर ऐसा ही निर्देश देकर भगवान अंतरिक्ष അങ്ങനെ പറഞ്ഞിട്ട് ഭഗവാൻ പോയി അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ പറഞ്ഞിട്ട് തിരികെ പോയി. तो अगले दिन उठ करके स्नान करने के बाद मंदिर में आया था. അടുത്ത ദിവസം ഈ പാണ്ഡ കുളിച്ചിട്ട് അമ്പലത്തിലോട്ട് പ്രവേശിച്ചു. जो लेटर वो फेंक दिया था रास्ते के पास, देखा वो पेपर अभी जगन्नाथ जी के छाती पर है. ഏത് എഴുത്താണോ ഈ പാണ്ഡ എടുത്ത് കളഞ്ഞത് ആ എഴുത്ത് തന്നെ ഭഗവാന്റെ നെഞ്ചത്തിൽ തന്നെ ഉണ്ടായിരുന്നു. तो पांडा जी क्या किए, जगन्नाथ जी छाती से वो उठा कर ले गए. ऐसे ही स्वर्ण पदक बनाया, सोने के चेन लगा दिया, दे करके जगन्नाथ जी के गले में. അപ്പൊ പാണ്ഡ ഉടനെ തന്നെ ആ എഴുത്തിനെ എടുത്തിട്ട് പറഞ്ഞ പോലെ തന്നെ ഒരു സ്വർണം ഇതിനകത്ത് ലോക്കറ്റ് മാറി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഈ എഴുത്ത് വെച്ചിട്ട് ഭഗവാനെ ഒരു മാലയായിട്ട് അണിഞ്ഞു. जब तक हमारे मोह भगवान के चरण में अर्पण नहीं करूंगा तब तक भगवान कुछ भी ग्रहण करेगा नहीं. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, നമ്മൾ എപ്പോഴാണോ നമ്മുടെ മനസ്സ് ഭഗവാനിൽ നമ്മൾ അർപ്പിക്കുന്നവരെയോ നമ്മൾ വേറെ കൊടുക്കുന്നതൊന്നും ഭഗവാന് ആവശ്യമില്ല. जितने सारे ऐश्वर्य भगवान को अर्पण करूंगा उससे भगवान खुशी नहीं होंगे नहीं. നമ്മൾ എത്ര തന്നെ ഐശ്വര്യങ്ങൾ ഭഗവാന് വേണ്ടി അർപ്പിച്ചാലും ഭഗവാൻ സന്തുഷ്ടം ആവില്ല. तो हमारे मन कैसे भगवान के चरण में अर्पण करूंगा, तो भगवान अभी इस कलि युग में चैतन्य अवतार लेकर के आए हैं. वो भगवान जगन्नाथ इस कलि युग में चैतन्य महाप्रभु के रूप लेकर के आए हैं. അപ്പോൾ ആ ജഗന്നാഥ് തന്നെയാണ് ഈ കലിയുഗത്തില് ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നിരിക്കുന്നത്. कलि युग के प्रभाव से हमारा मन भटक गया. കലിയുഗത്തിന്റെ ഈ പ്രവേശനം കാരണം നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. हम सब क्या कर रहे हैं, दुर्लभ मनुष्य मिला है, दुर्लभ मनुष्य हम सब अपना अपना इंद्र तृप्ति में फंसे हुए हैं. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എപ്പോൾ നോക്കിയാലും നമ്മുടെ ഇന്ദ്രിയ പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ എപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. फिर भी ये मनुष्य शरीर छोड़कर फिर मनुष्य इतर शरीर में घुस जाऊंगा. നമ്മൾ നമ്മുടെ മനസ്സിനെ ഈ ഇന്ദ്രിയ പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ये जो मनुष्य शरीर मिला है, मनुष्य शरीर से भगवान को भक्ति करना. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഭഗവാനെ ഭക്തി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. भक्ति करने के लिए भगवान कृष्ण गीता में बताते हैं, मन मना भवो मद भक्त मद जाजी मान नमस्कुर. അപ്പോൾ ഭഗവാൻ നമ്മുടെ ഈ മനസ്സിനെ ഭഗവാനോട് അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്, മന്മനാ ഭാവോ മദ്ഭക്തോ മദ്യാജീവി നമസ്കുരു എന്ന് പറയുന്നത്. मन में हर समय मुझे चिंतन करो, എപ്പോഴും മനസ്സ് കൊണ്ട് എന്നെ ചിന്തിക്കൂ, मेरा भक्त बन जाओ, എന്റെ ഭക്തനാകൂ, मुझे पूजा करो, എന്റെ പൂജ ചെയ്യൂ, मुझे नमस्कार करो. എന്നെ നമസ്കരിക്കൂ. ऐसा भक्ति करने से तब हम जन्म मृत्यु चक्र से उद्धार होकर के ये भौतिक शरीर का बंधन से मुक्त होकर के भगवान के पास जा सकते हैं. നമ്മൾ ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ജന്മമൃത്യു ജരാവ്യാധിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടിട്ട് നമുക്ക് തിരികെ പോകാൻ പറ്റുള്ളൂ. लेकिन ये कलियुग चल रहा है, പക്ഷെ ഇപ്പോ കലിയുഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. हम सब कलि के कवल में है, माया के चंगुल में है. നമ്മൾ ഇപ്പോ കലിയുടെ വശത്തിലാണ്, മായയുടെ
ഇതിൽ പെട്ടിരിക്കുകയാണ് നമ്മള്. इसीलिए हमारा मन भटक गया। അതുകൊണ്ട് കാരണമാണ് നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. हम सब जगन्नाथ के छोड़ के जगत के बारे चिंतन कर रहा है। നമ്മള് ജഗന്നാഥനെ ഉപേക്ഷിച്ച് നമ്മൾ ഈ ജഗത്തിനെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. फिर कैसे जगत से ये मन हटा करके जगन्नाथ के चरण में लगाना है, इसीलिए वो जगन्नाथ इस कॉलेज में चैतन्य महाप्रभु लेकर के आए हैं। അപ്പോ നമ്മുടെ ഈ മനസ്സ് ജഗത്തിൽ നിന്ന് മാറി തിരിച്ച് ജഗന്നാഥിലോട്ട് നമ്മുടെ മനസ്സ് എത്താൻ വേണ്ടിയിട്ടാണ് കലിയുഗത്തിൽ മഹാപ്രഭു വന്നിരിക്കുന്നത്. तो हर समय के लिए भगवान को चिंतन करने के लिए भगवान चैतन्य महाप्रभु ने एक मंत्र दिया है। वो मंत्र कौन है? सब हाथ उठा करके बोलिए, हरे कृष्णा 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 हरे 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 राम 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 हरे हरे. നമ്മുടെ ഈ മനസ്സ് തിരിച്ച് ഭഗവാനിൽ അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മഹാപ്രഭു വന്നിരിക്കുന്നത്. മഹാപ്രഭു അതിനു വേണ്ടിയിട്ട് എന്താണ് നമുക്ക് തന്നിരിക്കുന്ന വഴി? നമ്മൾക്ക് ഒരു മന്ത്രമാണ് തന്നിരിക്കുന്നത് നമ്മുടെ മനസ്സ് ഭഗവാനിലോട്ട് അർപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ മന്ത്രമാണ് ഹരേ കൃഷ്ണ 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 हरे 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 राम 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 हरे. ये शास्त्र में उल्लेख है, इति सर्वोत्तम नाम नाम कलिकल्मषनाशनम नागर परतर उपाय सर्ववेदेषु दृश्यते. ഇത് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ 16 അക്ഷരങ്ങളുള്ള ഈ മന്ത്രമാണ് നമ്മളെ ഉദ്ധാരിക്കുക എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ മനസ്സിനെ ഉദ്ധാരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട്. ये जो हरे कृष्ण महामंत्र है, इसमें भगवान के 16 नाम है। ഇതിന്റെ അകത്ത് ഭഗവാന്റെ 16 नाम 16 നാമങ്ങളും ഭഗവാന്റെ ഈ മന്ത്രത്തിന്റെ അകത്തുണ്ട്. लेकिन आजकल बहुत सारे भंड अवतार आके क्या बोल रहे हैं ना, कोई बोले भजनिताय गौर राधेश्याम जप हरे कृष्ण हरे राम, कोई बोला हरे कृष्ण हरे राम निताय गौर राधेश्याम। ये जप करना चाहिए, कीर्तन करना चाहिए। പക്ഷെ ചിലവർ വന്നിട്ട് എന്ത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പറയാനുണ്ട്, അതിനെ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് പിന്നെ ജയ രാധേശ്യാം എന്ന് പറയുക, അല്ലെങ്കിൽ ജയ രാധേ ഗോവിന്ദ് എന്ന് പറയുക, അങ്ങനെയാണ് പറയുന്നത് അവര്. लेकिन महाप्रभु ये नाम दे करके बोल रहे हैं, प्रभु कहे कहिलाम यही महामंत्र। പക്ഷെ മഹാപ്രഭു വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മഹാമന്ത്രം എന്ന് പറയുന്നത് ഞാൻ എന്താ പറഞ്ഞത് അതാണ് മഹാമന്ത്രം എന്നുള്ളത്. कौन सा महामंत्र बोलिए? हरे हरे कृष्णा 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 हरे 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 राम 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 हरे हरे. ये अपना गोलक वृंदावन से लेकर के आए हैं। മഹാപ്രഭു പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ മന്ത്രമാണ് ഈ മന്ത്രം, ഇതുപോലെ തന്നെ ചെല്ലണം. ഇത് ഞാൻ വൃന്ദാവന ധാമെന്ന് കൊണ്ടുവന്നിരിക്കുന്ന മന്ത്രമാണ് ഇത്. ये प्रेम नाम संकीर्तन है। ഇത് പ്രേമം ഉണ്ടാക്കുന്ന സങ്കീർത്തനമാണ് ഇത്. प्रेम भाव से ये कीर्तन करना चाहिए, जपना चाहिए। നമ്മൾ പ്രേമഭാവത്തോടുകൂടി വേണം ഈ നാമം നമ്മൾ ജപിക്കാനും കീർത്തനം ചെയ്യാനും. इस कलियुग में नाम ही साक्षात भगवान है। ഈ കലിയുഗത്തിൽ ഈ നാമം തന്നെ ഭഗവാൻ സ്വയമാണ്. ऐसा ही नाम उच्चारण करने से क्या होगा? भगवान चैतन्य महाप्रभु ने बताते हैं, यह होते सर्व सिद्धि होइबे सवार, और समस्त प्रकार के परफेक्शन हमारे आसानी से मिल जाएगा। നമ്മൾ ഈ നാമം ഭഗവാൻ സാക്ഷാത്തായത് കാരണം, നമ്മൾ ഈ നാമം ഉച്ചരിക്കുന്നത് കൊണ്ട് കാരണം നമുക്ക് എല്ലാ സിദ്ധികളും നമുക്ക് പ്രാപ്തിയാകും. ये कलियुग के एकमात्र धर्म है। ഈ കലിയുഗത്തിൽ ഈ ഒരു धर्म है, धर्म। ഈ കലിയുഗത്തിൽ ഉള്ള ഒരേ ഒരു ധർമ്മം പറയുന്നത് ഈ ഒരു ധർമ്മമാണ്. फिर भी भगवान चैतन्य महाप्रभु ने बोल रहे हैं कि सब गृहस्थ आदमी है, ये सबको क्या करना चाहिए? तो महाप्रभु ने बोल रहे हैं 10-5 मिले नीचे दारे थे बसे, दार का मतलब घर पर बैठ करके क्या करना चाहिए? कीर्तन करो सबे
हाथों ताली दिया। അപ്പൊ മഹാപ്രഭുവോട് ചോദിച്ചു, ഈ കലിയുഗത്തിലുള്ള ഈ ഗൃഹസ്ഥ ആശ്രമികൾ അവരെന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ മഹാപ്രഭു പറഞ്ഞത് അവർ വീട്ടിൽ ഇരുന്നിട്ട് ഭഗവാന്റെ നാമങ്ങൾ കീർത്തിക്കാൻ, കൈ അടിച്ച് വേണം ഭഗവാന്റെ നാമങ്ങൾ കീർത്തിക്കാൻ എന്ന് പറഞ്ഞു. महाप्रभु आदेश के ये नाम करने के लिए फिर भी ताली क्यों की? അപ്പോ ഭഗവാൻ പറഞ്ഞ ഈ നാമങ്ങൾ നമ്മൾ എടുത്താൽ തന്നെ നമ്മൾ കൈ കൊട്ടുന്നില്ല എന്നാണ് പറയുന്നത്. क्योंकि हम सब इतना बड़ा बड़ा पापी हो, ये पाप के परिणाम स्वरूप वो पाप पक्ष रूप लेकर के हमारे ये भौतिक शरीर वृक्ष पर बैठ गए। हम इतने बड़े पापी हैं, वो सारा जो पाप है ना, वो पाप पक्ष रूप लेकर के पक्ष रूप पेड़ की तरह हमारे हृदय लेकर के ये भौतिक शरीर वृक्ष पर बैठा है। നമ്മൾ ഇത്രയും വലിയ പാപികളാണ്. ഈ പാപമെല്ലാം ഒന്നായിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. आप किसी पेड़ के नीचे जाओगे तो क्या देखेंगे? ऊपर में पक्षी है, चिड़िया बैठा तो ताली देंगे तो वो पक्षी उड़ जाएगा। भाग जाएगा, उड़ जाएगा। നമ്മൾ ഏതെങ്കിലും വൃക്ഷത്തിന്റെ താഴെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ആ വൃക്ഷത്തിന്റെ മുകളിൽ വല്ല പക്ഷി ഇരിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് കൈ കൊട്ടിയാൽ മതി, ആ പക്ഷി അങ്ങോട്ട് പറന്നു പോകും. तो कहाँ चला जाएगा? दूसरी जगह ആ പക്ഷി എവിടെ പോകും? दूरी किसी पेड़ पर फिर बैठ जाएगा। അത് വേറെ ഏതെങ്കിലും ഒരു വൃക്ഷത്തിൽ പോയി കയറി ഇരുന്നോളും. तो हम सब इतना ही पाप किया तो पाप के परिणाम स्वरूप पक्ष रूप लेकर के ये भौतिक शरीर पेड़ पर बैठे हैं। അപ്പൊ ഈ നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം ഒരു പക്ഷി രൂപത്തില് നമ്മുടെ ഈ ശരീരം പറയുന്നത് ഒരു വൃക്ഷം പോലെയാണ്. ഈ വൃക്ഷത്തിന്റെ മുകളിൽ ഈ പക്ഷി ഇരിക്കുക ചെയ്തു നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം. तो ये ताली दे करके जब नाम उच्चारण करेंगे तो क्या होगा? वो पापी पक्षी अपना अपना शरीर से भाग जाएगा। അഥവാ നമ്മൾ എപ്പോഴാണ് ഭഗവാന്റെ നാമം ഉച്ചരിക്കുമ്പോൾ നമ്മൾ കൈ കൊട്ടിക്കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ശരീരത്തിനകത്തിരിക്കുന്ന ഈ പാവരൂപം എടുത്തിരിക്കുന്ന ഈ പക്ഷികൾ നമ്മുടെ ശരീരത്തിൽ വിട്ടിട്ട് പോകുള്ളൂ. जो नाम करते हैं, ताली देते हैं, वो सभी के शरीर से पाप भी पक्षी भाग जाएगा, इधर उधर घूमेंगे। ആരാണോ ഈ നാമം എടുക്കുന്നത്, ആരാണോ കൈ കൊട്ടിട്ട് നാമം ചെല്ലുന്നതോ അവരുടെ ശരീരത്തിൽ നിന്ന് ഈ പക്ഷിയെ ഇറങ്ങി പറന്നു പോകും. और यहाँ पे जो उपस्थित है, उपस्थित होते हुए भी जब नाम करते नहीं, ताली देते नहीं, वो सभी पाप पक्षी वो सभी के शरीर में घुस जाएगा। അപ്പോൾ നമ്മള് കൈ കൊട്ടാത്ത വ്യക്തികൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി ഈ പക്ഷികൾ, അതായത് പാപം ചെയ്ത ഈ പാപരൂപമായിട്ടുള്ള ഈ പക്ഷികൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടിട്ട് ആരാണോ കൈ കൊട്ടാണ്ട് നിൽക്കുന്നതോ ആ ശരീരത്തിലോട്ട് അത് പ്രവേശിക്കും. लेकिन यहाँ पे जितने सारे उपस्थित है, हर आदमी ताली देकर के नाम करेंगे, हर आदमी के शरीर से पाप पक्षी छोड़ के बाहर चला जाएगा। അപ്പൊ നമ്മള് എല്ലാവരും ഇവിടെ ഉള്ളവരെല്ലാവരും ഒരുമിച്ച് കൈകൊട്ടി നമ്മൾ നാമം ഉച്ചരിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെ ശരീരത്തിൽ നിന്ന് ആ പക്ഷി പറന്ന് വെളിയിലോട്ട് പോകും. वो बाहर में जितने सारे आदमी है, नाम करते नहीं, ताली देते नहीं, वो सभी के शरीर में घुस जाएगा। വെളിയിൽ വേറെ ആരെങ്കിലൊക്കെ അവരുടെ നാമം ചെല്ലാണ്ട് ഇരിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ശരീരത്തോട്ട് ഈ പക്ഷി പ്രവേശിക്കും. तो यहाँ पे जितने सारे है, सावधानी से ये नाम लेना चाहिए, ताली देना चाहिए। तो मेरे साथ थोड़ा नाम करना है। हरे कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा 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 हरे 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 राम राम राम
जय कलयुग धर्मो नाम संकीर्तन की नाम संकीर्तन की जनक सचिनंदन गौर हरि की जय श्री श्री गौर निताई की जय श्री श्री कृष्ण बलराम की जय श्री श्री जगन्नाथ बलदेव सुभद्रा महारानी की जय श्री श्री राधा वृंदावन चंद्र की जय जगोदगुरु श्री प्रभुपाद की जय पाद श्री गुरुदेव की जय स्वागत भक्त वृंद की जय